വിവാദങ്ങൾക്കിടെ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. വി ഡി സതീശന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച്, വി ഡി സതീശനെ വെല്ലുവിളിച്ച്, വി ഡി സതീശനെ ധിക്കരിച്ചുകൊണ്ട് ഇപ്പോൾ ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9:15 അതും പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് സഭയിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി എല്ലാ മാധ്യമ ശ്രദ്ധയും നേരെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ മാധ്യമ ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നു. ആ സമയം പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം. റോഷി, അതും പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, അതായത് മുഖ്യമന്ത്രി സംസാരിച്ച് തീരുന്ന ഘട്ടത്തിൽ അടുത്തതായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കുകൂട്ടി സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ അർത്ഥത്തിലൊക്കെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത്? നിയമസഭയിൽ ഒറ്റയ്ക്കിരിക്കുകയാണോ പ്രതിപക്ഷത്തിന്റെ നിരയുടെ പിന്നിൽ? അരുൺകുമാർ, പ്രതിപക്ഷ നിരയിൽ അതിന്റെ ഏറ്റവും പുറകിലായുള്ള ഇരിപ്പിടമാണ്. തനിച്ചു ഒരു ഇരിപ്പിടമാണ്. ഒരു ഇരിപ്പിടത്തിൽ 2 അംഗങ്ങൾക്കാണ് ഇരിക്കാൻ പറ്റുക. അതിൽ ഒരു ഇരിപ്പിടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചിരിക്കുന്നു. അതിന് തൊട്ടിപ്പുറത്ത് AKM അഷ്റഫ് മറ്റൊരു ഇരിപ്പിടത്തിൽ, മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം MLA ആയ AKM അഷ്റഫ് തൊട്ടപ്പുറത്തുള്ള ഇരിപ്പിടത്തിൽ. ഏതായാലും പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പിറകു ഭാഗത്തായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കർ ഇരിപ്പിടം ഒരുക്കിയത്. പ്രതിപക്ഷ നേതാവ് UDF കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർമാനായ വി ഡി സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം സ്പീക്കർ എടുത്തത്. ഏതായാലും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഏറ്റവും ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ സാന്നിധ്യത്തെ എതിർത്തത്. അതിന് കാരണവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയെന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇനി ഏറെ നേരം നീണ്ടു നിൽക്കില്ല. കക്ഷി നേതാക്കളൊക്കെ അനുശോചനം പ്രസംഗം പൂർത്തിയാക്കിയാൽ സഭ ഇന്നത്തേക്ക് പിരിയും. പിന്നീട് നാളെയാണ് സഭ വീണ്ടും ചേരുക. നാളെയാണ് സഭയിൽ യഥാർത്ഥ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ചോദ്യോത്തരവേളയും ശൂന്യവേളയും അടക്കമുള്ള നടപടിക്രമങ്ങൾ ദൃശ്യങ്ങളുടെയുണ്ട്. ഷാഫി പറമ്പിൽ തൃശ്ശൂരിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അവിടെ ഷാഫി പറമ്പിൽ തൃശ്ശൂരിൽ നിൽക്കുന്ന ദൃശ്യമൊരിടത്ത് ഷാഫി പറമ്പിലിന്റെ ചങ്കായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് എത്തുന്ന ദൃശ്യങ്ങൾ മറ്റൊരു ഭാഗത്ത്. 2 ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിലക്കിനോട് ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. അത് ഷാഫി പറമ്പിലേതാണ്. മറുഭാഗത്ത് നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിലക്കിന് ഹൂ കേസ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ.